എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണുന്ന അപർണ തമ്പിനെ വിളിക്കുകയാണ്. തമ്പിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ തമ്പി ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോളെ അവിടുത്തെ വിശേഷങ്ങൾ എന്ന് ചോദിക്കാം. ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും അച്ഛാ നല്ലത്. എന്തൊക്കെയായാലും ആ അബിയും ജാനകി ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ സുമംഗല മുത്തശ്ശി ഉണ്ടല്ലോ, സുമംഗല മുത്തശ്ശിയുടെ എന്തോ ഒരു വജ്രായുധം ഉണ്ടെന്നാ മുത്തശ്ശി പറയണേ. എന്താ കാര്യം, എന്താ കാര്യം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മുത്തശ്ശിയുടെ എന്തോ ഒരു കാര്യമുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ അതെടുത്ത് പ്രയോഗിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് മുത്തശ്ശിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അജയുടെ കാര്യത്തില് മുത്തശ്ശിക്ക് ഒരു ഇരട്ട താപ്പാ ഉള്ളത്. പക്ഷെ അബീനെയും ജാനകിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അജയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് പറയാം. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു കാരണവശാലും അജയ് ഇനിയിപ്പം ആ നിരഞ്ജനോടൊപ്പം ജീവിക്കത്തില്ലേ. ഈ അച്ഛനാ പറയണെന്ന് പറയാം. വേണ്ടച്ചാ, അവൾ എനിക്കിവിടെ വേണം, ഇവിടെ വരണം, അവളും അവനും കൂടെ വരണം. എന്നിട്ട് വേണം എനിക്കൊരു കളി കളിക്കാനായിട്ട്. അതിനു മുമ്പ് തന്നെ ആ അബീനെയും ജാനകിനെയും ഇവിടെ നിന്ന് അടിച്ചിറക്കണം. അതിന് വേണ്ടുന്ന തന്ത്രപ്പാടുകളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ അപർണ തമ്പി അത് സാധിച്ചിരിക്കും എന്ന് പറയാണ്. തമ്പി പറഞ്ഞു, എനിക്കറിയാം എൻ്റെ മോളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ ഏതറ്റം വരെ പോകുന്നു എനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ നോക്കിയിട്ട് ഈ അജയനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആ അമൽ തന്നെയാന്ന് പറയണം. അമൽ ഇങ്ങനെ പൊട്ടത്തരം കാണിച്ച് നടക്കുന്നുള്ളൂ. പക്ഷെ അവൻ ആള് പാവാന്ന് തോന്നേ. ആദ്യം നീ അവനെ കയ്യിലെടുക്കാൻ നോക്കാൻ പറയാണ്. ഇത് കേട്ടതും അപർണ പറഞ്ഞു, അവനെ കുറിച്ച് പറയുന്നതന്നെ എനിക്ക് ദേഷ്യമാ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നത് പോലും ഇവരോടുള്ള പ്രതികാരം വീട്ടാൻ, അല്ലാതെ അമലുമായിട്ട് ജീവിക്കാനല്ല. അത് അച്ഛനെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലോ. എന്നാലും ഉള്ള നിന്റെ ജീവിതം, അതിനകത്തൊന്നും ഒരു കഥയില്ല അച്ഛാ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയാണ്. പിന്നീട് അപർണ അങ്ങോട്ട് ഫോൺ വെക്കുവാണ്. ഈ സമയം തമ്പി ആലോചിച്ചു, ഇതെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അജയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ഇനിയിപ്പം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ സമയം നിരഞ്ജന അജയനെ ഫോൺ വിളിക്കുകയാണ്. അജയനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അജയ് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട അജയ് പറഞ്ഞു, അതെ, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. നിനക്കറിയാലോ ഞാൻ വീട്ടിലാണ്. അപ്പൊ നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അല്ല, ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകാന്ന്. അതാന്ന് പറയാണ്. അപ്പൊ ഉടനെ വീട്ടിലേക്ക് പോകും. ഇതേ അജയ് കിട്ടിയ താലി എന്റെ കഴുത്തിൽ കിടക്കണേ. എത്രയും പെട്ടെന്ന് അജയ് വീട്ടുകാരെയും കൂട്ടി വന്ന് ഇതേ കല്യാണം നടത്താനായിട്ട് നോക്കണമെന്ന് പറയാം. ഇത് കേട്ട അജയ് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് വന്ന് നിന്നെ താലി കെട്ടിക്കൊണ്ട് വരാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. ഇവിടെ അച്ഛന്റെ അമ്മയുടെ എല്ലാവരുടെ സമ്മതം വേണ്ട നിരഞ്ജന. നീ എന്താ ഒന്നും അറിയത്തില്ലാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നേ. അച്ഛനൊക്കെ പെട്ടെന്ന് ഇതിന് അനുവദിക്കും തോന്നില്ല. ഒരു കാരണവശാലും അച്ഛന്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമം പെട്ടെന്നൊന്നും മാറില്ല. അത്രയും വലിയ ചതിയല്ലേ കൃത്യസമയത്ത് ഞാൻ ചെയ്തത്. അപ്പൊ അതൊന്നും അച്ഛന് പെട്ടെന്ന് പൊറുക്കാനും മറക്കാനും ഒന്നും പറ്റില്ലെന്ന് പറയാം. എന്താണല്ലോ എനിക്ക് കുഴപ്പമില്ല. പക്ഷേങ്കിൽ എനിക്ക് അജയോടൊപ്പം ജീവിച്ചേ മതിയാവുള്ളൂ. ഇനി മറ്റൊരു കാര്യം, സൂക്ഷിച്ചും കണ്ട് നടക്കണം. ആ തമ്പി വെറുതെ ഇരിക്കത്തില്ല. അതെ, അജയനെ തപ്പി നടക്കുന്നുണ്ട്. കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മടിക്കത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും തമ്പിയുടെ മുന്നിൽ പോയി പെട്ടുകൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, എനിക്ക് അജയുടെ ഒപ്പം വന്നേ മതിയാവുള്ളൂ. എനിക്ക് ഇവിടെ നിൽക്കുന്തോറും എന്റെ മനസ്സിന് ആ പടം സമനില തെറ്റുന്നുള്ള തോന്നുക. അജയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി എന്റെ ഉള്ളിലുണ്ടെന്ന് പറയാം. ഇതൊന്നോർത്ത് നീ പേടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നീ ധൈര്യമായിട്ടിരിക്കുക. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നീ വെറുതെ ടെൻഷൻ അടിച്ച് ഇനി ഓരോന്നും വരുത്തി കൂട്ടി വെക്കണ്ട. അറിയാലോ, ഇപ്പം ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസം പോരേന്ന് ചോദിക്കാം. അതൊക്കെ എനിക്കറിയാം. ഒരു പക്ഷേങ്കിലും ഇല്ല. നീ ധൈര്യമായിട്ട് കോള് വെക്കാൻ പറയാണ്. ഈ സമയം നിരഞ്ജനയ്ക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന കണ്ടപ്പം കുറെ മെഡിസിൻസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹേമ പുറത്തേക്ക് പോയി. ആ സമയത്താണ് ഉണ്ണിത്താന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഉണ്ണിത്താൻ കോൾ എടുത്ത് നോക്കിയപ്പോഴത്തേനും തമ്പിയാ വിളിക്കുന്നത്. ഇയാൾ എന്താ തന്നെ വിളിക്കുന്നത് എന്തിനാ? അങ്ങനെ ഓർത്ത് കോൾ എടുക്കുവാണ്. മനസ്സിലായോ, ഞാൻ തമ്പിയാന്ന് പറയണേ. ഇത് കേട്ടതും ഉണ്ണിത്താൻ മനസ്സിലായെന്ന് പറയണം. പിന്നെ ഞാൻ വിളിച്ച മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. നിനക്ക് വല്ല പ്രതീക്ഷയായിരിക്കുമല്ലോ നിന്റെ മോളെ കുറിച്ച്. നിന്റെ മോൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അജയനെ കിട്ടി സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചായിരിക്കും അവൾ ഈ തന്ത്രപ്പാടൊക്കെ പെട്ടിരിക്കുന്നത്. പക്ഷെ അവളോടൊന്ന് പറഞ്ഞു കൊടുത്താരെ അജയോടൊപ്പം ഒരു ജീവിതം അവൾക്ക് ഇനി ഉണ്ടാവത്തില്ലെന്ന്. ഇത് കേട്ടത് ഉണ്ണിത്താൻ പറഞ്ഞു, തമ്പി നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയണേ? എങ്ങെന്താ പറയണെന്നോ, എന്റെ മോളുടെ കണ്ണീര് കണ്ടിട്ട് നിന്റെ മോളിങ്ങനെ സൂചിച്ച് ജീവിക്കണ്ടതാ. കാരണം കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അജയ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവനോട് പൊറുക്കാനും ക്ഷമിക്കാനും എനിക്ക് പറ്റത്തില്ല. ആരൊക്കെ ക്ഷമിച്ചാലും ഞാനിത് ക്ഷമിക്കാനും പറ്റില്ല. അതെ, ഒരു കാര്യം ചെയ്തേരെ, നിന്റെ മോൾക്ക് വേറൊരു ചെറുക്കനെ കണ്ടുപിടിച്ചോ. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തി നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അജയനെ ഭർത്താവായിട്ട് അവൾക്ക് കിട്ടാൻ പോകുന്നില്ല.
അജയുടെ രണ്ട് കാലും ഞാൻ തല്ലി ഓടിക്കും ഞാൻ. കണ്ടു, അവൻ ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല. ഇനി എഴുന്നേറ്റ് നടക്കാത്ത അജയനെ മതിയെങ്കിൽ നിന്റെ മോളോട് ഒരുക്കോളാൻ പറ. അല്ലെങ്കിൽ അറിയാലോ തമ്പി ആരെന്നുള്ള. തമ്പി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുമെന്ന് പറയാം. ഉണ്ണിത്താൻ പറഞ്ഞു, നിങ്ങൾ എന്താ തമ്പി ഇങ്ങനെയൊക്കെ പറയണേ? നിങ്ങളുടെ മോളുടെ കല്യാണം കഴിഞ്ഞില്ലേ? പിന്നെന്താ, മോളുടെ കല്യാണം കഴിഞ്ഞില്ലേ എന്നല്ലേ? നിങ്ങൾ എന്ത് കൂളായിട്ടാ സംസാരിക്കുന്നേ? എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവനെ വെറുതെ വിടുവോ? ഒരിക്കലും വെറുതെ വിടത്തില്ല എന്ന് പറയാം. പിന്നീട് തമ്പി അങ്ങോട്ട് ഫോൺ വെക്കുവാണ്. അതിനുശേഷം തന്റെ ഗുണ്ടകളെല്ലാം കൂടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അജയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. അവന്റെ രണ്ട് കൈയും രണ്ട് കാലും തല്ലി ഓടിച്ചോരെ. അവൻ എഴുന്നേറ്റ് നടക്കില്ല. ഒരു പുഴുവിനെ പോലെ കിടന്ന് എഴയെന്ന് എനിക്ക് കാണണം. എന്റെ മോളോട് ചെയ്ത ദുഷ്ടത്തരത്തിന് അവൻ അനുഭവിക്കണം. അറിയാലോ, പെട്ടെന്ന് തന്നെ ഇരു ചെവി അറിയാതെ കാര്യം തീർത്തേക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗുണ്ടകൾ എന്നാ അതെല്ലാം സമ്മതിച്ച് പുറത്തേക്ക് പോവാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു സൂര്യനാരായണൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അജയ് ആ സമയത്ത് അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും സൂര്യനാരായണന്റെ മനസ്സിലേക്ക് കയറിയിട്ടേ ഇല്ല. കാരണം അജയ് ഒരു തെറ്റ് ചെയ്തു. ആ ഒപ്പം തന്നെ ജാനകിയും തെറ്റ് ചെയ്തു. അവൾക്ക് ഇതെല്ലാ കാര്യങ്ങളും തുറന്നു പറയായിരുന്നു. അജയ്ക്ക് ഒരു സ്നേഹബന്ധമുണ്ട്. പക്ഷെ അവളത് മറച്ചു വെച്ചു. ഒരു കൂട്ടുകുടുംബമായിട്ട് പോലും. ഒരു പക്ഷെ നേരത്തെ അതിനെക്കുറിച്ചൊക്കെ അറിയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കായിരുന്നു. പക്ഷെ ഇത് ചെയ്തോ? അതൊന്നും പെട്ടെന്ന് പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യമല്ല. ഈ സമയത്താണ് അഭി മുറിയിലേക്ക് കയറി വന്നത്. സൂര്യനാരായണനെ കണ്ടു ചോദിച്ചു, എന്താ അച്ഛാ? അച്ഛൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാം. ഒന്നുമില്ല, എനിക്കറിയാം അച്ഛന്റെ മനസ്സിൽ അജയ്ക്ക് മാപ്പ് കൊടുക്കാനായിട്ട് അച്ഛന് സാധിക്കുന്നില്ലല്ലേ. സാരമില്ല അച്ഛാ. ദേ, അവനും അച്ഛനും മോനും തന്നെയല്ലേ. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ ക്ഷമിക്കണ്ടേ? അവനൊരു തെറ്റ് പറ്റിപ്പോയി. അവനത് കാര്യം പറയുകയും ചെയ്തല്ലോ. ആ സമയം നിരഞ്ജനെ രക്ഷിക്കാനായിട്ട് അവന്റെ ഉള്ളിൽ വേറെ മാർഗമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തേന്ന് പറയാം. ഈ സമയം സുമകല മുത്തശ്ശി കഥകിന്റെ വെളിയിൽ വന്നു. അല്ല, മുറിയുടെ വെളിയിൽ വന്നു. കഥകിന് മറിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ഇവരെന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം സൂര്യനാരായണൻ പറഞ്ഞു, അതെ, എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അജയനും അതെ, അല്ല അജയനെയും അതെ, അതുപോലെ ഒപ്പം തന്നെ ജാനകിനെയും എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പറിച്ചു നട്ടപ്പോൾ എനിക്ക് തോന്നൽ വരുക. അവരെ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടെന്ന് പറയാം. ഇത് കേട്ടും അഭി പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക. അതെ, കാരണം അവർ ചെയ്ത ചതി എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്നില്ലടാന്ന് പറയാം. അച്ഛാ, പറഞ്ഞല്ലോ ജാനകിക്ക് ഒരു തെറ്റ് പറ്റി. പക്ഷേങ്കില് ജാനകി അത് ആരോടും പറയാതിരുന്ന തെറ്റാ. ആ കൂടെ ഞാനും ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം അവൾ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരിക്കലും അവള് അല്ലാതെ അജയോടൊപ്പം കൂട്ടു നിൽക്കുകയല്ല ചെയ്തേ. അത് അച്ഛൻ എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക. എനിക്കറിയാടാ മോനെ, പക്ഷെ എന്റെ മനസ്സിലൊരു കരടായിട്ട് കിടക്കുവാന്ന് പറയണം. ഇത് കേട്ടോണ്ട് പുറത്തു നിന്ന് സുമംഗിലയ്ക്ക് സന്തോഷമായി. അങ്ങനെ തന്നെ വേണം. അവൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത്. അവൾ എത്രയും പെട്ടെന്ന് പടിയിറങ്ങിപ്പോണം. ആ ഒരു ചിന്തയായിരുന്നു സുമംഗലയുടെ മനസ്സിൽ. എന്താണ്, തന്റെ മോൻ തന്നെ സൂര്യനാരായണൻ, അവൻ തന്നെ അവളെ ഇനി പടിയിറക്കി വിട്ടോളൂ. അവളെ അംഗീകരിക്കാൻ പോകുന്നില്ല. അവസാനം മടുത്ത് അവൾ ജീവിതം മടുത്ത് വീട്ടിൽ നിന്ന് പൊക്കോളും. അതിനുള്ള വഴികളൊക്കെ തന്നെ കണ്ടെത്തി കൊടുക്കും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ആ തന്ത്രം താൻ പ്രയോഗിക്കുകയും ചെയ്യും. തൻ്റെ അടുത്താണ് വിറ്റകളുടെ കളി എന്നും പറഞ്ഞ് സുമംഗല ഇങ്ങനെ ഒന്ന് മനസ്സ് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം അഭി അച്ഛനെ മാക്സിമം പറഞ്ഞെന്ന് മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. ഇനിയിപ്പം ഒരു കുടുംബമല്ല, കൂട്ടുകുടുംബമായിട്ട് കഴിയുന്ന ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ജാനകിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജാനകിയാണ് എല്ലാവരും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് വരിച്ചാൽ തനിക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യം അഭിക്കറിയാം. അപ്പൊ അഭി മാക്സിമം പറഞ്ഞ് സൂര്യനാരായണനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തോ സൂര്യനാരായണന്റെ മനസ്സിലൊരു കരടായിട്ട് ജാനകിയും അജയും കിടന്നു. പിന്നീട് അജയ് മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇനി അച്ഛൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂല. നിരഞ്ജനെ കുറിച്ചുള്ള അച്ഛൻ ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നില്ല. എങ്ങനെയെങ്കിലും അഭിയേട്ടനോട് ആരുടെയും പറഞ്ഞാലോ ഇനിയിപ്പോൾ തനിക്ക് മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാകത്തുള്ളൂ. അവിടെ പോയി ഉണ്ണിത്താൻ്റെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കണം. ആലോചിച്ചാൽ മാത്രമേ അവളെ കല്യാണം കഴിച്ച് തരുവുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് സാധിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. പെട്ടെന്ന് അത് സാധിക്കുമെന്ന് തോന്നില്ല. അങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അജയ് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.